എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു കാലത്ത് ഈ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളിൽ ഞാനുണ്ടാക്കിയ ബഹളം അത്ര ചെറുതൊന്നുമായിരുന്നില്ല. പാലും പത്രവും ചുമന്ന് വെയിലും മഴയും കൊണ്ട് കേരളത്തിലെ ഓരോ ഇടവഴികളിലൂടെയും ഓടിയെത്തിയിരുന്ന ബജാജ് M80. എൻ്റെ ജനനം 80കളുടെ ആരംഭത്തിലാണെങ്കിലും ഞാൻ നാട്ടിൽ ഫേമസ് ആകുന്നത് 80കളുടെ അവസാനത്തോടെയാണ്. ഇതാ ഈ ഹോൺ കേട്ടില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും എന്നെ ആ മീൻവണ്ടിയായിട്ട് ഓർമ്മ കാണും. M80 എന്ന എൻ്റെ പേരിനെ മീൻകേറ്റി എന്ന് വിളിച്ച ചില ബിരുദന്മാരും ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. എന്നെ എത്ര കളിയാക്കിയാലും ഒരു കാലത്ത് നിങ്ങളെയൊക്കെ ഒരിക്കലെങ്കിലും ഞാൻ സഹായിച്ചിട്ടുണ്ടാകും. കാലുകുത്താതെ എട്ടെടുക്കാൻ പാടുപെടുന്ന ആ പിള്ളേരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ എഞ്ചിനൊന്ന് ഓഫായാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. മറിഞ്ഞു വീണിട്ടും ഞാൻ ഓഫാകാതെ നിന്നു. എത്ര ചരിത്രങ്ങൾ! പ്രത്യേകിച്ച് നമ്മുടെ 90s കിഡ്സ് എന്നെ ഓടിക്കാതെ ലൈസൻസ് എടുത്തിട്ടേ ഉണ്ടാവില്ല. സ്റ്റെപ്പ് ത്രൂ ഡിസൈനിൽ പുറത്തിറങ്ങിയ ഒരു മോഡലാണ് ഞാൻ. ആൾക്കാർക്ക് എളുപ്പം കയറിയിരിക്കാൻ വേണ്ടി കൊടുത്ത ആ ഗ്യാപ്പ് പിന്നീട് കച്ചവടക്കാരുടെ സാധനങ്ങൾ വെക്കാനുള്ള പ്രധാന സ്ഥലമായി മാറി. 74cc 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കരുത്തും ഹാൻഡിലെ 3 സ്പീഡ് ഗിയറും അത് തന്നെയാണ് എൻ്റെ ഹൈലൈറ്റ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച ജനപ്രിയ കൊമേഴ്സ്യൽ 2 വീലറാണ് ഞാൻ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഹോം ഡെലിവറി തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഈ ഫീൽഡിലുണ്ടായിരുന്നു. പാലക്കാടായിരുന്നു എൻ്റെ പ്രധാന തട്ടകം. അവിടുത്തെ സുരേഷ് ബാബു ഡ്രൈവിംഗ് സ്കൂളിൽ ബാലസുബ്രഹ്മണ്യം ചേട്ടൻ്റെ കൂടെയായിരുന്നു ഞാൻ. 1984 മുതൽ ഈ 2026 വരെ, അതായത് നീണ്ട 42 വർഷം. പക്ഷെ 2026 കഥ മാറി. കൊച്ചിയിൽ നിന്ന് ലിജോ വന്നു. എന്നെ സ്വന്തമാക്കി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പേര് ലിജോ, എറണാകുളത്താണ് സ്ഥലം. ഞാൻ ഈ M80 നോക്കി തുടങ്ങിയിട്ട് 2.5 വർഷമായി ഈ M80യുടെ പിന്നാലെ നടക്കുന്നത്. 2.5 വർഷം ശേഷമാണ് ഈ M80 എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ M80 എടുത്തത്. ഇത് പാലക്കാട് നിന്നാണ് നമുക്ക് കിട്ടിയത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1987 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. പാലക്കാട് നിന്നുള്ള എൻ്റെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് അറിയാമോ? ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എന്നെയും കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. പണ്ടൊരു കാളയെ പോലും പുറകെ കയറ്റിക്കൊണ്ടുപോയ എനിക്കിപ്പോൾ ഒരു ഓട്ടോയുടെ പുറകിൽ കയറി വരേണ്ടി വന്നു. എല്ലാം കർമ്മയാണ് ഭായി, കർമ്മ. ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്നായിരുന്നു നമ്മളോട് വിളിച്ചു പറയണ വണ്ടി തരാമെന്ന്. 2.5 വർഷത്തിന് ശേഷം ആ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ പോയി പാലക്കാട് ചെന്ന് പാലക്കാട് നിന്ന് നേരെ വണ്ടി അവിടുന്ന് കച്ചവടം നടത്തി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വരികയാണ് ചെയ്തത് എറണാകുളത്തേക്ക്. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ കിട്ടിയേക്കുന്നത്. ആകെ കൂടി നമ്മൾ ആ ഷീൽഡിലുള്ള പെയിൻറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്ററുകൾ കത്തിച്ചു, അത്ര പണിയേ ചെയ്തിട്ടുള്ളൂ, വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. ഇത് സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് അത്രയും കണ്ടീഷനാണ് വണ്ടി. അവിടെ ഡ്രൈവിംഗ് സ്കൂളിലായിരുന്നു വണ്ടി. ഡ്രൈവിംഗ് സ്കൂളിൽ ടെസ്റ്റ് എടുക്കാനുള്ള വണ്ടിയായിരുന്നു. ഏതായാലും കൊച്ചിയിലെത്തിയതോടെ എൻ്റെ ലെവലൊക്കെ മാറി. പണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ ഓടി നടന്ന് ഞാനിപ്പോൾ ഒരു വിൻറ്റേജ് സ്റ്റാറാണ്. എൻ്റെ ഈ നമ്പർ കണ്ടില്ലേ, KRP 887. ആ KRP എന്ന പേര് തന്നെയുണ്ട് ഒരു വിൻറ്റേജ് ലക്ഷണം. പോരാത്തതിന് 887 എന്ന ഫാൻസി നമ്പറും. M80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഈ സാധനം ഓടണം കണ്ടിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് M80യുടെ പിന്നാലെ പോയത്. അത് മാത്രമല്ല, നമുക്ക് ഈ വണ്ടിയുടെ പിന്നിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിൻറ്റേജ് നമ്പറുള്ള വണ്ടിയാണ്. അപ്പോൾ ആ നമ്പർ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ആളുടെ പിന്നാലെ 2.5 കൊല്ലം നടന്നത്. വണ്ടികൾ ഒരുപാട് കിട്ടാണ്ട്, പക്ഷേ ഈ നമ്പറുള്ള വണ്ടികൾ കുറവാണ്. ഇപ്പോൾ വണ്ടി നീറ്റാണ്, പേപ്പറെല്ലാം 28 വരെ പേപ്പർ കാര്യങ്ങൾ എല്ലാം കറക്റ്റാണ്. പുതിയ സർക്കാരിൻ്റെ നിയമം വന്നു കഴിഞ്ഞപ്പോൾ M80 പറ്റൂല, സാധാ സ്കൂട്ടറുകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ M80 കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സാധാ സ്കൂട്ടറുകൾ വെച്ചിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നിയമം വന്നുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടാനുള്ള ഒരു കാരണം കൂടെ. ഇത് പല സ്ഥലത്തും കൊണ്ട് നിർത്തുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് കൂടും, ഫോട്ടോ എടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ വണ്ടിയൊക്കെ ഇപ്പോൾ ഓടുന്നുണ്ടോ, കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഇപ്പോൾ ഞാൻ റോഡിലിറങ്ങിയാലേ പുതിയ പിള്ളേരൊക്കെ ചുറ്റും കൂടി നിന്ന് എന്നെ നോക്കി കഥകൾ പറയുകയാണ്.
അതെ, ആ നാട്ടിൻപുറത്തെ ആ പഴയ മീൻവണ്ടി ഇപ്പോൾ കൊച്ചിയിലെ ലിജോയുടെ ഗാരേജിൽ ഒട്ടും പ്രതാപം മങ്ങാതെ വളരെ സുരക്ഷിതനായിരിപ്പുണ്ട്.